മഞ്ഞും വെയിലും മഴയും ഏൽക്കാതെ ഡമ്മി സമരം ചെയ്യാനായിരുന്നു യൂത്ത് കോൺഗ്രസുകാരുടെ ആഗ്രഹം. പക്ഷേ പുതുമഴ നനഞ്ഞാൽ പനി പിടിക്കുമെന്ന് പേടിച്ചാകണം ആരും സമരത്തിനെത്തിയില്ല. എന്നാൽ ക്രമസമാധാന നില തകരുമ്പോഴും വിദേശത്ത് കറങ്ങുന്ന മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിക്കാനെത്തുന്ന യൂത്ത് കോൺഗ്രസിന്റെ സമരം റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമപ്രവർത്തകരും സമരക്കാരെ നേരിടാനെത്തിയ പോലീസുകാരും കാത്തിരുന്നു. സമരം തുടങ്ങുമെന്നറിയിച്ച 11 മണി കഴിഞ്ഞ് 25 മിനിറ്റായി. ഇരച്ചെത്തുന്ന സമരക്കാരെ തടയാൻ തയ്യാറായി നിന്ന പോലീസുകാർ ഇരിപ്പായി, മൊബൈലിലായി, വിശ്രമത്തിലായി. ഞങ്ങളുമെടുത്തു ഒരു ടീ ബ്രേക്ക്. അങ്ങനെ ഒടുവിൽ അറിയിപ്പെത്തിയിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥ കാരണം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധ മാർച്ച് ഇന്നുണ്ടാവത്തില്ല. പക്ഷേ ഇവിടെ കാര്യമായിട്ട് മഴയൊന്നുമില്ല. എന്തോ 11 മണിക്ക് തുടങ്ങിയിട്ടിരുന്ന മാർച്ച് 11:30 ആയപ്പോൾ മാറ്റി. സമരക്കാരാരുമില്ല. ഒടുവിൽ യൂത്തന്മാരുടെ സമരത്തിന് ഡമ്മി ഇറക്കേണ്ട സ്ഥിതി. അറിയിപ്പുറപ്പിക്കാൻ ജില്ലാ പ്രസിഡന്റിനെ വിളിച്ചു. മാതൃഭൂമി ചാനലിൽ നിന്നാ ഇന്ന് ഇതില്ലേ, പ്രതിഷേധമില്ലേ? എന്തു പറ്റി മാറ്റിയ? മഴ ഇല്ലല്ലോ. ആ സമയത്ത് ഭയങ്കര മഴയായിരുന്നു. അപ്പൊ എല്ലാവരും എത്തിപ്പെടാൻ പറ്റാതെ എല്ലാവരും പല സൈഡിലാക്കി. അപ്പൊ പിന്നെ അതുകൊണ്ട് മാറ്റില്ല. ഈ ചെറിയ ചാറ്റമഴയൊക്കെ ഇങ്ങനെ പ്രതികൂല കാലാവസ്ഥയാണെന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ്സുകാരും ഒക്കെ ജയിച്ച് MP-മാരായി ഡൽഹിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ അതിശൈത്യമൊക്കെ എങ്ങനെ സഹിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. രതീഷ് പകലിനൊപ്പം AK സ്റ്റെഫൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.